ഇപ്പം നമുക്കറിയാം ഓം ശാന്തി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഓം പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്യത്യാസപ്പെട്ടു. ആ ശാന്തി എന്നുള്ള പദം പറയുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ മികവ്, അതിൻ്റെ ആ ഒരു ഭക്തി, നമുക്ക് അതിൻ്റെ ആ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാവുക. എന്ന് പറഞ്ഞ പോലെ ഈ ലാറ്റിൻ മാസിനൊക്കെ ഒരു പ്രാധാന്യം പെട്ടെന്ന് കൈവന്നിരിക്കുന്നു പല രംഗങ്ങളിലും പല സ്ഥലങ്ങളിലും, ആ ട്രഡീഷനിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള ആ താല്പര്യം. അപ്പോൾ ഇതാണ് ഫ്രാൻസിസ് പാപ്പായുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം ഈ കുടിയേറ്റക്കാരെ എല്ലാം സ്വീകരിക്കാനായിട്ട് ആരെയും സഹോദരന്മാരാണ് അവർ, ഈ എവിടെ നിന്ന് വന്നാലും ഏത് ജാതിക്കാരായാലും ഏത് മതക്കാരായാലും അവരെ തള്ളിക്കളയരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്നല്ല, കുറേ ആളുകളെ അദ്ദേഹം വത്തിക്കാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു, കുറേ എത്രയോ പേര് ഉണ്ടാവുന്ന അത്രയും പേരെ. അപ്പം അങ്ങനെ അവിടെ മതമോ ജാതി ഒന്നും നോക്കിയല്ല, അവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹം മനുഷ്യരാശിയെ കണ്ടത്. അങ്ങനെയല്ലാതെ മാർപ്പാപ്പമാർക്ക് കാണാൻ പറ്റുകയുമില്ലായിരിക്കാം. കാരണം അവർ കമ്പാഷൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ ആളുകളാണ്. അപ്പോൾ അവർക്കത് ആ രീതിയിലല്ലാതെ കാണാനും ആവില്ല എന്ന് വേണം നമുക്ക് കരുതാനായിരിക്കുന്നത്. എന്തായാലും മാർപ്പാപ്പയുടെ അന്ത്യം തന്നെ വളരെ 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 മഹത്വപൂർണമായതായി തോന്നുന്നു. ആ അവസാന നിമിഷം ആ ഈസ്റ്റർ ദിനത്തിൽ വന്നു, ആ ലോകത്തെ മൊത്തം ആശീർവദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേഴ്സിനോടാണ് നന്ദി പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകൾ എന്നാണ് ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അവിടെ നന്ദി പറഞ്ഞു, അതിനുശേഷം പെട്ടെന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, കുറേ ആഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഇപ്പം തന്നെ മരിച്ചു പോകുമെന്നുള്ളൊരു ധാരണ പൊതുവിലുണ്ടായിരുന്നു, ലോകത്തെങ്ങും ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും സംഭവിച്ചില്ല. ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സുഖപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മരിക്കുന്നത്. ഇനി ഈ സഭയിലുണ്ടാകുന്ന ഈ മാറ്റങ്ങൾ, ഇനിയുള്ള മാറ്റങ്ങളിൽ എന്തൊക്കെയാണ് സഭയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് ഇനി നമുക്ക് കാത്തിരിക്കേണ്ടത്. പുതിയ ആളുകൾ വരുന്നത്, പുതിയ മാർപ്പാപ്പ ആരായിരിക്കും?